റിപ്പോർട്ടർ ബ്രേക്കിംഗ്. സംസ്ഥാനത്ത് എലിപ്പനി ബാധിച്ച മരണം കൂടുന്നു. ഈ വർഷം മാത്രം രോഗം ബാധിച്ച് മരിച്ചത് 120 പേരാണ്. 3000-ഓളം പേർക്ക് ഈ വർഷം രോഗം സ്ഥിരീകരിച്ചു. 2020 മുതൽ കഴിഞ്ഞ മാസം വരെ സംസ്ഥാനത്ത് എലിപ്പനി ബാധിച്ച് മരിച്ചത് 516 പേരാണ്. സ്വാന്തന സാജു ഉണ്ട് വിവരങ്ങളുമായ. സ്വാന്തന, ഇപ്പോൾ എലിപ്പനി മരണം ഉയരുന്നു എന്നാണോ പുതിയ കണക്ക്? എപ്പോൾ മുതലുള്ള കണക്കാണ് ഇപ്പോൾ പുറത്തു വരുന്നത്? സ്വാന്തന. സ്മൃതി, എലിപ്പനി ബാധിച്ച് മരിക്കുന്നവരുടെ കണക്ക് മാത്രമല്ല, ഈ എലിപ്പനി ബാധിക്കുന്നവരുടെ എണ്ണവും ദിനം പ്രതി സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഓരോ വർഷം കഴിയുന്തോറും സംസ്ഥാനത്ത് കൂടി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ വർഷം ഏതാണ്ട് 2400-ഓളം പേർക്കാണ് ഈ ഒരു എലിപ്പനി ബാധ ഉണ്ടായിരുന്നതെങ്കിൽ ഈ വർഷം ഇത്രയും 8 മാസം ഇപ്പോൾ പിന്നിടാൻ പോകുമ്പോഴേക്കും ഏതാണ്ട് 3000-ലധികം ആളുകൾക്ക് ഇതുവരെയും എലിപ്പനി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ തന്നെ നോക്കുകയാണെങ്കിൽ മരണനിരക്ക് നോക്കുകയാണെങ്കിൽ ഈ വർഷം മാത്രം 122 പേരാണ് എലിപ്പനി ബാധിച്ച് സംസ്ഥാനത്ത് മരണമടഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ വർഷം ഏതാണ്ട് 143 പേര് മാത്രമാണ് മരിച്ചിരുന്നത്. അത് ഈ 12 മാസത്തെയും കണക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ 8 മാസം പിന്നിടുമ്പോൾ തന്നെ 122 പേര് ഇതിനോടകം തന്നെ മരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഒരു 5 വർഷത്തെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ, അതിൽ 2020 മുതൽ 25 വരെയുള്ള കണക്കുകൾ നോക്കുകയാണെങ്കിൽ 516 പേര് സംസ്ഥാനത്ത് എലിപ്പനി ബാധിച്ച് മരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതൊരു വലിയ മരണനിരക്ക് തന്നെയാണ് സ്മൃതി. കാരണം വലിയ രീതിയിലുള്ള ഒരു ആരോഗ്യ മേഖല അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തുന്നതിനിടെയാണ് ഇത്രയും അധികം ആളുകൾ നമ്മുടെ സംസ്ഥാനത്ത് എലിപ്പനി ബാധിച്ച് മരിച്ചിട്ടുണ്ട് എന്ന് ഉള്ളതാണ്. ഇനി അത് മാത്രവുമല്ല, ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചിരിക്കുന്നതും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അധികം ആളുകൾക്ക് എലിപ്പനി ബാധിച്ചിരിക്കുന്നതും തിരുവനന്തപുരം ജില്ലയിലാണ് എന്നുള്ളതാണ് ഇതിൽ നിന്നും കണക്കുകളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. അത് കൂടുതലും പുരുഷന്മാരെയാണ് ഈ എലിപ്പനി ബാധിക്കുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ എലിപ്പനി രോഗം വന്നു കഴിഞ്ഞാൽ, എലിപ്പനി ബാധിക്കുകയാണെങ്കിൽ ഈ മദ്യപാനം അടക്കം ചെയ്യുന്ന ആളുകൾക്ക് ഇത് പെട്ടെന്ന് കൂടാനും മരണം സംഭവിക്കാനുമുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പുരുഷന്മാരെ കൂടുതൽ ബാധിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അത് മാത്രവുമല്ല, ഈ വീട്ടമ്മമാർ, അതുപോലെ തന്നെ കൂലിപ്പണിക്ക് പോകുന്ന ആളുകൾ, നിർമ്മാണ തൊഴിലാളികൾ തുടങ്ങിയ ആളുകളിലാണ് കൂടുതലായും ഇപ്പോൾ എലിപ്പനി കണ്ടുവരുന്നത് എന്നുള്ള കാര്യവും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചെളിവെള്ളവുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുന്നവർ, പ്രത്യേകിച്ച് ഈ കാലുകളിലോ മറ്റോ ഏതെങ്കിലും തരത്തിലുള്ള മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതിലൂടെ എലിപ്പനി ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം വെള്ളത്തിലൊക്കെ ഇറങ്ങുന്ന, പ്രത്യേകിച്ച് ചെളിവെള്ളത്തിൽ അടക്കം ഇറങ്ങുന്ന ആളുകൾ അതുമായി ബന്ധപ്പെട്ടുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണം, അതുമായി ബന്ധപ്പെട്ടുള്ള മരുന്നുകൾ കഴിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പായി നൽകുന്നുണ്ട്. സ്വാതന്ത്ര്യ സാജുവാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം ജില്ലയിൽ എലിപ്പനിയും പകർച്ചപ്പനിയും പടരുകയാണ്. എലിപ്പനി ബാധിച്ച് കഴിഞ്ഞ ദിവസം മരിച്ചത് 3 പേരാണ്. പനി ബാധിച്ച് അന്ന് തന്നെ ഒരാളും മരിച്ചു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ പനി ബാധിച്ച സർക്കാർ ആശുപത്രികളിൽ ചികിത്സയ്ക്കെത്തിയത് 3557 പേരാണ്. എലിപ്പനിക്ക് പുറമെ ഡെങ്കിപ്പനിയും മഞ്ഞപ്പിത്തവും ഇവിടെ പടരുന്നുണ്ട്. ദിലീപ് ദേവസ്യ വിവരങ്ങളുമായി. ദിലീപ്, ഇപ്പോൾ കൊല്ലത്തെ കണക്കുകൾ വലുതാണല്ലോ. അവിടെ പനിയും എലിപ്പനിയും ഒരുപോലെ പടരുന്നു എന്നുള്ളത് എന്താണിപ്പോൾ ആരോഗ്യ വിഭാഗം നൽകുന്ന വിവരം? സ്മൃതി, വലിയ ആശങ്ക ഉയർത്തുന്ന വാർത്ത തന്നെയാണ്. ഈ കൊല്ലം ജില്ലയിലും സമാനമായ തിരുവനന്തപുരത്തിന് സമാനമായ രീതിയിൽ തന്നെ എലിപ്പനി പടരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ആഴ്ച തിങ്കളാഴ്ച ഒരു ദിവസം മാത്രം 3 പേരാണ് എലിപ്പനി ബാധിച്ച് മരിക്കുകയുണ്ടായത്. മാത്രമല്ല, ജില്ലയുടെ പലവിധ സർക്കാർ ആശുപത്രികളിൽ ദിനംപ്രതി എത്തുന്ന രോഗികളുടെ എണ്ണത്തിലും വർധനവുണ്ട്. കഴിഞ്ഞ ആഴ്ച മാത്രം 3557 പേരാണ് പനി ബാധിച്ച് ആശുപത്രിയിൽ എത്തിയത്. അതിൽ 73 പേർക്ക് ഡെങ്കിപ്പനിയും ഒപ്പം 14 പേർക്ക് എലിപ്പനിയും 17 പേർക്ക് മഞ്ഞപ്പിത്തവും ബാധിച്ചുകൊണ്ടാണ് ഇവർ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഒരു ദിവസം 1000 മുതൽ 1500 ആളുകളടക്കം പനി ബാധിച്ചെത്തുന്നുണ്ട്. അതിൽ 200 മുതൽ 250 ആളുകളടക്കം വൈറൽ ഫീവറുമായി എത്തുന്നു എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. കൃത്യമായി പറയുകയാണെങ്കിൽ ആളുകളിലേക്ക് കൃത്യമായി പ്രതിരോധ പ്രവർത്തനങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇത്തരത്തിൽ പനി വ്യാപിക്കാനുള്ള കാരണമെന്ന് പറയുന്നത്. ഇത്തരത്തിൽ എവിടെയെങ്കിലും തലവേദനയോ രൂക്ഷമായ തലവേദന, പേശിവേദന, പനി ഉണ്ട് എങ്കിൽ ഉടൻ തന്നെ ആശുപത്രിയിൽ കാണിക്കണം. രോഗം ഒരിക്കലും തനിച്ച് ചികിത്സിക്കരുത് എന്നുള്ള നിർദ്ദേശങ്ങളടക്കം ആരോഗ്യവകുപ്പ് മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ എലിപ്പനി പടരുന്നത് എലിയിൽ നിന്ന് മാത്രമല്ല, മറ്റു വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളിൽ നിന്ന് മൂത്രങ്ങൾ മണ്ണിലാകുകയും മണ്ണിൽ കളിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത്തരത്തിൽ മണ്ണിൽ പണിയെടുക്കുന്ന ആളുകളിലും അത് മുറിവുണ്ടെങ്കിൽ ആ മുറിവിലൂടെ അത് ശരീരത്തിൽ ബാധിക്കുകയും അങ്ങനെ ശക്തമായ പേശിവേദനകൾ ഉണ്ടാകുന്നു, പനി ഉണ്ടാകുന്നു, തലവേദന ഉണ്ടാകുന്നു. അങ്ങനെ രോഗലക്ഷണങ്ങളൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ ഉടൻ തന്നെ ആശുപത്രിയിൽ ചികിത്സ തേടണമെന്നുള്ള നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് മുന്നോട്ട് വെക്കുമെന്ന്. വലിയ ജാഗ്രത പാലിക്കേണ്ട വിഷയം തന്നെയാണ്. ആ തരത്തിൽ ആരോഗ്യവകുപ്പ് ചില മുന്നറിയിപ്പുകളും നൽകിയാണ്.